കണ്ണൂരിൽ CPIM നിയന്ത്രണത്തിലുള്ള ഇരിവേരി സർവീസ് സഹകരണ ബാങ്കിൽ 1 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ്. 10 പേരുടെ പേരിലായി ഒരൊറ്റ ദിവസത്തിൽ 1 കോടി രൂപയാണ് അനുവദിച്ചത്. ഈ തുക ഒരു വ്യക്തിക്കാണ് ലഭിച്ചതെന്നും വ്യക്തമായി. തട്ടിപ്പ് നടന്നതായി സംബന്ധിച്ച ഭരണസമിതി 2 ജീവനക്കാർക്കെതിരെ നടപടിയെടുത്തു. 10 പേർക്ക് 10 ലക്ഷം രൂപ വീതമുള്ള വായ്പയാണ് ഒറ്റ ദിവസത്തിൽ അനുവദിച്ചത്. ഈ 1 കോടി രൂപ ലഭിച്ചതാകട്ടെ അഞ്ചരക്കണ്ടിയിലെ വ്യാപാരിയായ രാഗേഷിനും. ജാമ്യം നിൽക്കാനെന്ന പേരിൽ രേഖകളിൽ 10 പേരെയും ഒപ്പിടിയിപ്പിച്ചായിരുന്നു വായ്പ അനുവദിച്ചത്. തിരിച്ചടവ് മുടങ്ങിയതോടെ തട്ടിപ്പ് പുറത്തായി. വായ്പ തങ്ങളുടെ പേരിലല്ലെന്ന് 10 പേരും അറിയിച്ചു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. ഓരോരുത്തരും ലോണിലൂടെ സൈൻ ചെയ്തിട്ടുണ്ട്, വിഡ്രോസപ്പിൽ ഒപ്പിട്ടിട്ടുണ്ട്. ലോണിൻ്റെ എല്ലാ ചിട്ടകളും അവർ പാലിച്ചിട്ടുണ്ട്. അത് അവർക്ക് എങ്ങനെ ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മുൻ ഭരണസമിതിയാണ് ഈ കാര്യങ്ങൾ ആ സമയത്ത് കാര്യങ്ങൾ നടത്തിയത്. ഞങ്ങൾ വന്നപ്പോഴാണ് ഈ പ്രശ്നം ഞങ്ങളെ ശ്രദ്ധയിൽ വരുന്നത്. ഫയലുകളും മിനിറ്റ്സുകളും പരിശോധിച്ചുകൊണ്ട് തട്ടിപ്പ് പുറത്തായതോടെ ഭരണസമിതി പോലീസിൽ പരാതി നൽകി. പരാതിയിൽ വ്യാജരേഖ ചമച്ചതിലുൾപ്പെടെ 3 കേസുകൾ രജിസ്റ്റർ ചെയ്തു. വായ്പ അനുവദിച്ച മാനേജരെയും സെക്രട്ടറിയെയും ഭരണസമിതി സസ്പെൻഡ് ചെയ്തു. 2019 ജനുവരി 17 ചേർന്ന ഭരണസമിതി യോഗമാണ് വായ്പ പാസാക്കിയത്. CPIM നിയന്ത്രണത്തിലുള്ള ഭരണസമിതി അറിയാതെ ലോൺ എങ്ങനെ അനുവദിച്ചെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ജീവനക്കാരെ ബലിയാടാക്കി ഭരണസമിതി അംഗങ്ങൾ തലയൂരുകയാണെന്ന ആക്ഷേപവും ശക്തമാണ്. ന്യൂസ് മലയാളം, കണ്ണൂർ.